ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. കുറച്ച് മുമ്പ് ഞാൻ എൻ്റെ ടെറസിലുള്ള പച്ചക്കറികളും ഒക്കെ കുറിച്ചിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു വിത്തൊക്കെ എവിടെ നിന്നാണ്, വളമൊക്കെ എന്താണ് ഇട്ട് കൊടുക്കാറ് എന്നൊക്കെ. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോ. ഇതുപോലൊരു ചുവന്ന മണലാണ് ഇവിടെ നമുക്ക് മണ്ണായിട്ട് കിട്ടുന്നത്. അതിന് കൂടെ ഇതുപോലുള്ള പോട്ടിംഗ് സോയിൽ കൂടി വാങ്ങിയിട്ട് മണലിൻ്റെ കൂടെ മിക്സ് ചെയ്യാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഈ മണൽ മാത്രമാണ് എടുക്കുന്നത് വെച്ചാൽ നമ്മൾ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ നേരെ അത് വെള്ളം താഴോട്ടാണ് പോവുക. അപ്പോൾ വെള്ളത്തിന് പിടിച്ചു നിർത്താനും കൂടി വേണ്ടിയിട്ടാണ് ഇതുപോലുള്ള പോട്ടിംഗ് സോയിൽ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. ഈ മണ്ണ് നമ്മൾ ചട്ടികളിലൊക്കെ നിറച്ചിട്ടാണ് ചെടികൾ നടുന്നത്. ഇതൊക്കെ അന്ന് നഴ്സറിയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള തൈകളാണ് കേട്ടോ. ആദ്യമൊക്കെ ഞാൻ വിത്ത് വാങ്ങിയിട്ട് അത് കുഴിച്ചിടാറായിരുന്നു പതിവ്. പക്ഷേ ഇപ്പോൾ ടെറസിൽ നിറയെ പ്രാവുകളുള്ള കാരണം നമ്മൾ വിത്ത് കുഴിച്ചിട്ട് മുളച്ച് വരുമ്പോഴേക്കും അവരത് കൊത്തിയിട്ടിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഇതുപോലെ കുറച്ച് വലിപ്പം വെച്ച തൈകൾ വാങ്ങിയത്. ഇനി വിത്തുകളായിട്ട് ഞാൻ അധികം ഉപയോഗിക്കുന്നത് കിച്ചണിലേക്ക് വാങ്ങുന്ന പച്ചക്കറിയിൽ നിന്നാണ്. ഇത് ഞാൻ കറിക്കായിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്ന ചീരയായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് കിട്ടിയിട്ടുള്ള വിത്തുകളാണിത്. ഈ വിത്തുകളൊന്നും ഞാൻ ഉണക്കാറൊന്നുമില്ല കേട്ടോ. അതേപോലെ തന്നെ കിട്ടുന്ന സമയത്ത് ഞാൻ മണ്ണിലേക്ക് കുഴിച്ചിടാറാണ് പതിവ്. ഇങ്ങനെ ഉണ്ടായിട്ടുള്ള ചീരകളാണ് കേട്ടോ ഇത്. ഇതിൻ്റെ ഇലകളും പല ഭാഗത്തായിട്ട് പ്രാവുകൾ കൊത്തിയിട്ടിട്ടുണ്ട്. ഇനി തക്കാളി ആണെങ്കിലും ഇതുപോലെ തന്നെയാണ്. ഇത് ഞാൻ തക്കാളി കട്ട് ചെയ്യുന്ന സമയത്ത് ആ വെള്ളത്തോടെ തന്നെ എടുത്തു വെച്ചിട്ടുള്ള അതിൻ്റെ വിത്തുകളാണ്. അതും മണ്ണിലേക്ക് നടുന്ന സമയത്ത് ആ വെള്ളത്തോടെ തന്നെയാണ് കേട്ടോ ഞാൻ കുഴിയിലേക്ക് ഒഴിച്ചു കൊടുക്കാറുള്ളത്. എല്ലാവരും ചെയ്യുന്ന ഒരു കൃഷി രീതി അല്ല കേട്ടോ എൻ്റേത്. എന്നാലും ഞാൻ ഇതുപോലെ കുഴിച്ചിടുന്ന എല്ലാ പച്ചക്കറികളും നന്നായിട്ട് തന്നെ കായ്ച്ചു വരാറുണ്ട്. ഇത് ഞാൻ അങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ള തക്കാളിൻ്റെ തൈകളാണ് കേട്ടോ. ഇനിയിപ്പോൾ വളത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കിച്ചണിലുള്ള വേസ്റ്റാണ് അധികം ഞാൻ വളമായിട്ട് ഉപയോഗിക്കുന്നത്. പഴത്തിൻ്റെ തോലൊക്കെ ഇതേപോലെ എടുത്തു വെച്ചിട്ട് അത് വാടുന്നതിന് മുന്നേ തന്നെ ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാണ് ഞാൻ സാധാരണ ഇട്ട് കൊടുക്കാറുള്ളത്. അതുമാത്രമല്ല മറ്റ് പച്ചക്കറികളുടെ വേസ്റ്റും ഇതുപോലെ അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാറുണ്ട്. അതേപോലെ ഇറച്ചി മീനൊക്കെ കഴുകുമ്പോഴുള്ള ആ വെള്ളം ഉണ്ടല്ലോ, അത് നമ്മളുടെ പച്ചക്കറികളൊക്കെ നന്നായിട്ട് വളരാനുള്ള നല്ലൊരു വളമാണ്. അപ്പോൾ അതും ചില സമയത്തൊക്കെ ഒഴിച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു ഇന്നത്തെ വീഡിയോ. എന്തെങ്കിലും സംശയങ്ങളോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കുക. വീണ്ടും പുതിയ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.